പോൾസ് മെസ്സേജസിലേക്ക് സ്വാഗതം. പലരുടെയും സംശയമാണ് ക്രിസ്ത്യാനികൾക്ക് 3 ദൈവമുണ്ടോ എന്ന്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇതെല്ലാം 3 എങ്ങനെയാണ് ഒന്നാവുക? അല്ലെങ്കിൽ എന്താണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നെല്ലാം വളരെ സർവ്വസാധാരണമായി എല്ലാവരുടെ ഇടയിൽ സംശയം ഉണ്ട്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. ബൈബിൾ വ്യക്തമായി പറയുന്നു, ദൈവം ഏകൻ ആണ്. നാം ആരാധിക്കുന്നത് ഏക ദൈവത്തെയാണ്. എന്നാൽ ദൈവം തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തെ തന്നെ പുത്രനായിട്ട് അയച്ചിരിക്കുകയാണ്. ദൈവ വചനത്തിലൂടെ നമുക്ക് ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു പിതൃബന്ധം ലഭിക്കേണ്ടതിന് നമുക്ക് വചനത്തിൽ വസിപ്പാനും വചനത്തെ മനസ്സിലാക്കുവാനും വചനത്തിൻ്റെ നിലവാരത്തിൽ ജീവിക്കുവാനുമായിട്ട് തൻ്റെ ആത്മാവിനെയും ദൈവം നമ്മിൽ തന്നിരിക്കുകയാണ്. അതാണ് ദൈവവചനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവ്. അതാണ് പിതാവ്, അതായത് ദൈവം, ദൈവവചനമായി ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തു, എല്ലാറ്റിലും ഉപരിയായിട്ട് പിതാവിലും അല്ലെങ്കിൽ ദൈവത്തിലും ദൈവവചനത്തിലും ഒരുപോലെ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ്. വളരെ ലളിതമാണ് ഈ കാര്യം. പക്ഷേ നമ്മുടെ ഇടയിൽ ഇത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആക്കി വളരെയധികം ആശയക്കുഴപ്പങ്ങൾക്കും മറ്റുമെല്ലാം കാരണമായിരിക്കുകയാണ്. വചനം വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന സത്യമാണ്. ദൈവം ഈ സത്യം ആരിൽ നിന്നും മറച്ചു വച്ചിട്ടില്ല. ഈ സത്യം മനസ്സിലാക്കുവാൻ, ഈ സത്യത്തിൽ നിലനിൽക്കുവാൻ, ദൈവത്തെ കൂടുതൽ അറിയുവാൻ താങ്കൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ ചാനലിലുള്ള മറ്റ് മെസ്സേജസ് താങ്കൾക്ക് നോക്കാവുന്നതാണ്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ആമേൻ.